Hi friends, welcome to janzcreations. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഷോർട്ട് ടോപ്പാണ് കേട്ടോ. ടീനേജേഴ്സിനും വലിയവർക്കും ഒക്കെ പറ്റുന്ന ഒരു ഷോർട്ട് ടോപ്പ് നമ്മൾ ജീൻസിന് സ്കേർട്ടിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ലീവ് വരുന്ന റഫിൾ മോഡലിലാണ്. ഇത് ഞാൻ എൻ്റെ ഒരു കസ്റ്റമറിന് വേണ്ടി ചെയ്തതാണ്. അപ്പം വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന എന്നാൽ ഒരു വെറൈറ്റി ടോപ്പായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് ഇടുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഒരു ജീൻസിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടോപ്പാണ്. അതൊരു 10 വയസ്സുള്ള കുട്ടിക്ക് പാകമാവുന്ന രീതിയിലുള്ള ഒരു ടോപ്പാണ് ഇത്. കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഈ ഒരു മോഡലിലാണ് നമ്മൾ ടോപ്പ് ചെയ്യുന്നത്. അതായത് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ജീൻസിൻ്റെ ആ ഒരു പാൻറ്റിൻ്റെ എന്നോട് തൊട്ട് ചേർന്ന് വരുന്ന രീതിയിലാണ് ലെങ്ത് വരുന്നത്. എന്നിട്ട് അതിൻ്റെ ലൈനിങ് കുറച്ച് മുകളിലായിട്ടാണ് നിൽക്കുന്നത്. കാരണം ഇതാണ് മെറ്റീരിയൽ. അപ്പോൾ ഇതിൻ്റെ അടിവശത്താണ് ഈ ഒരു ഡിസൈൻ വരുന്നത്, ഈ ഒരു ഹോൾസ് ഒക്കെ ആയിട്ടുള്ള ഒരു ഡിസൈൻ. അപ്പൊ ഈ വശമാണ് താഴെ ഭാഗത്ത് വരുന്നത്. താഴെ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് അപ്പം ഇവിടെ നമ്മൾ ലൈനിങ് ഇടുന്നില്ല. ഈ ഒരു ഭാഗം ഇത്രയും വരുന്നിടത്ത് ബാക്കി മുകളിൽ നിൽക്കത്തക്ക രീതിയിലാണ് ലൈനിങ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ സ്ലീവ് വരുന്നത് ഇതുപോലെ ഒരു ചിറകിന്റെ പോലെയാണ് വരുന്നത്. നമ്മൾ ആം ഹോളിൽ നിന്ന് തുടങ്ങി അത് ജോയിൻ ചെയ്ത് നമ്മുടെ ബോഡി ഷേപ്പ് ചെയ്യുന്ന ആ ഒരു ഏരിയ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ ലൈനിങ് കട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ ലൈനിങ് രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം 2 പീസ് കിട്ടത്തക്ക രീതിയിൽ മുകളിൽ ഫോൾഡിങ് വരുന്ന പോലെയാണ് ഇപ്പോൾ മടക്കിയിട്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കിട്ടുന്ന രീതിയിലാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇപ്പോൾ ടോട്ടൽ നമ്മുടെ ടോപ്പിന് വേണ്ട ലെങ്ത് എന്ന് പറയുന്നത് 16 ഇഞ്ചാണ്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, നമ്മൾക്ക് ആ ഒരു ഡിസൈൻ വരുന്ന പോർഷനിലേക്ക് ലൈനിങ് വേണ്ട. അപ്പം നമ്മളൊരു 13 ഇഞ്ച് ലൈനിങ് നമ്മൾ ലൈനിങ് ആയിട്ട് എടുക്കുന്നുള്ളൂ. ബാക്കി 16 ഇഞ്ച് 16 ഇഞ്ച് ടോപ്പിലാണ് എടുക്കുന്നത്. നല്ല പീസിൽ ലൈനിങ്ങിൽ 13 ഇഞ്ച് എടുക്കുന്നുള്ളൂ. ഓക്കെ, ലെങ്ത് വരുന്നത് 13, 13 പ്ലസ് 1.5 ഇഞ്ച്, 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഷോൾഡറിനും താഴത്തേക്കുള്ള മടക്കിയടിക്കാനുള്ളതും കൂടി കൂട്ടിയിട്ടാണ് 14.5 ഇപ്പോൾ എടുത്തിരിക്കുന്നത്. 14.5 എടുത്തു. നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യാണ്. ഷോൾഡർ 6 ഇഞ്ചാണ് എടുക്കുന്നത്. കൈക്കൊക്കെ ഇത്തിരി വണ്ണമുള്ള കുട്ടിയാണ്. അപ്പം അതുകൊണ്ട് 6.25 എടുക്കുന്നുണ്ട്. 6 1/4. എന്നിട്ട് നമുക്ക് കൈക്കുഴി വരയ്ക്കാം. ചെസ്റ്റിന്റെ മെഷർമെന്റ് വരുന്നത് നമുക്ക് 8.5 വരുന്നത്. 8 1/2 ആണ്. മാർക്ക് ചെയ്യുക. 2 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് ഇടുക. എന്നിട്ട് നമ്മളിത് കൈക്കുഴി വരയ്ക്കുകയാണ്. നമുക്ക് ആം ഹോളിന്റെ അളവ് വേണ്ടത് 14 ഇഞ്ചാണ്. അപ്പം അതിവിടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മളിവിടെ സ്ലോപ്പും കൂടി വരയ്ക്കുമ്പോൾ കറക്റ്റ് 14ലേക്ക് എത്തിക്കോളും. ഓക്കെ, നെക്ക് വൈഡ് വേണ്ടത് 2.25 ആണ്. ഇപ്പൊ 2.5 നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഫ്രണ്ടിലെ കൈക്കുഴി കുഴിച്ച് വയ്ക്കാം.
13 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ വരുന്നുള്ളൂ. അവിടുത്തെ നമ്മുടെ വേസ്റ്റിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 7.5 7.5 മാർക്ക് ചെയ്യാം. പ്ലസ് 2 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ്. ചെസ്റ്റും വേസ്റ്റും തമ്മിൽ ജോയിൻ ചെയ്യാം. ഇത് നമ്മളിപ്പോൾ ടോട്ടൽ ലെങ്ത് എടുത്തിരിക്കുന്നത് 14.5 ഇവിടെ 14.5 മാർക്ക് ചെയ്യാം. 14.5 നിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ചെറിയൊരു സ്ലോപ്പോടുകൂടി ആണ് വരയ്ക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും നമുക്ക് മാർക്ക് ചെയ്യാം. ബാക്ക് നെക്കും വരുന്നത് 3 ഇഞ്ചാണ്. ഓക്കെ, അപ്പം 3.25 തന്നെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇത് ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പൊ ബാക്ക് നെക്കായി. ഫ്രണ്ട് നെക്ക് നമുക്ക് 3.25 എടുക്കാം. 3.25 എന്ന് പറയുമ്പോൾ പ്ലസ് 1/2 ഇഞ്ചും കൂടി കൂടുമ്പോൾ 3.25 വരും. പക്ഷെ നമുക്ക് തയ്യൽ തുമ്പിനായിട്ട് 1/4 ഇഞ്ച് കുറയ്ക്കാം. അപ്പോൾ 3.5 മാർക്ക് ചെയ്യാം. ഇത് ഫ്രണ്ടാണ്. ഓക്കെ, ഇത് ഫ്രണ്ട് പോർഷൻ, ഇത് ബാക്ക് പോർഷൻ. നമ്മൾ കഴുത്ത് ബാക്ക് പോർഷന്റെ അളവിൽ കട്ട് ചെയ്യാണ്. ഇത് ബാക്കും ഫ്രണ്ടും ഇറക്കിയെടുത്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് വേറെ ഓപ്പണിംഗ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ തലയിൽ കൂടി കയറുന്ന ഒരു പ്രശ്നം വരും ഓപ്പണിംഗ് കൊടുത്തില്ലെങ്കിൽ, ഇറക്കാണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ടാണ് കഴുത്ത് ഇത്തിരി ഇറക്കി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഫ്രണ്ട് പീസ് സെപ്പറേറ്റ് എടുത്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് കഴുത്തും കൈക്കുഴിയും കുഴിച്ച് വരച്ചു. ഇത് ഫ്രണ്ട് മാർക്ക് ചെയ്യാം. ഇത് നമ്മുടെ ബാക്ക് പീസ്. നമ്മൾ ഇത് വെച്ച് നല്ല പീസ് കട്ട് ചെയ്യാണ്. പക്ഷെ ലെങ്തിൻ്റെ കാര്യത്തിൽ മാത്രം വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ലെങ്ത് വെക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ച് എടുത്ത് വയ്ക്കും. ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് നല്ല പീസിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്ക് പീസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതായത് 2 പീസ് ഫോൾഡിങ്ങോടുകൂടിയാണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ ലെങ്ത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 16.5 നിന്നാണ് നമ്മുടെ ലൈനിങ് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വെച്ച് കൊടുത്തേക്കുന്നത്. കാരണം നമുക്ക് ഇവിടെ 3 ഇഞ്ചാണ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വേണ്ടത്. ലൈനിങ് 13 ഇഞ്ച് വരെ മതി. 16 ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത്. ഇതിൻ്റെ അടിവശം നമ്മൾ മടക്കി അടിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ തയ്യൽ തുമ്പിൻ്റെ ആവശ്യമില്ല. ഷോൾഡറിന് മാത്രം ഒരു 1/2 ഇഞ്ച് മതി. ടോട്ടൽ നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത് 16ഉം 16ഉം പ്ലസ് ഒരു 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ് അലവൻസും ആണ് വരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഞാനിപ്പോൾ ലൈനിങ് വെച്ച് കൊടുത്തിരിക്കുന്നത്. 16.5 വെച്ച് കൊടുത്തിരിക്കുകയാണ് 16.5. ഓക്കെ, ഇനി നമ്മളിത് ബാക്ക് പീസിൻ്റെ സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കുന്നതിന് മുന്നേ, നല്ല പീസ് കട്ട് ചെയ്തെടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മളിവിടെ സീറ്റിൻ്റെ അവിടെ നമ്മൾ കുറച്ചുകൂടി, നമ്മൾ വേസ്റ്റിൻ്റെ അളവിലാണ് ഇവിടം വരെ മാർക്ക് ചെയ്തിരുന്നത് ലൈനിങ്. പക്ഷെ സീറ്റിൻ്റെ പോർഷൻ നമുക്ക് ലൈനിങ്ങിൽ ഇല്ലാതിരുന്നതുകൊണ്ടാണ് നമ്മൾ സീറ്റിൻ്റെ വണ്ണം എടുക്കാതിരുന്നത്. എന്നാൽ നല്ല പീസിന് നമുക്ക് സീറ്റിൻ്റെ വിഡ്ത്ത് വേണം. അവിടെ വരുന്നത് 8.5 8.5യുടെ കൂടെ പ്ലസ് 2 ഇഞ്ച് കൂടി കൂട്ടി 10.5 മാർക്ക് ചെയ്യുക. അപ്പം ഇവിടുന്ന് വേണം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് പോവാൻ. ഇവിടെ നമ്മൾ ലൈനിങ് മെഷർമെന്റ് വരുന്ന 8.5 പ്ലസ് 2 ഇഞ്ച് 10.5 വരും തയ്യൽ തുമ്പ്. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് പോവുക. ഇനിയിപ്പോൾ നമ്മൾ ബാക്ക് പീസിൻ്റെ അളവിലാണ് കട്ട് ചെയ്തത്. അപ്പം നമ്മൾ ഉള്ളിൽ നിന്ന് ബാക്ക് പീസിനെ എടുത്ത് മാറ്റാം. എന്നിട്ട് നമ്മൾ ഈ ഫ്രണ്ട് പീസിനെ ലൈനിങ് വെച്ച് കൈക്കുഴിയും
നെക്കും ഒന്നുകൂടി ഇറക്കി വെട്ടാനുണ്ട്. ഇതാകുമ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തു, നല്ല പീസും. ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഇതിപ്പോൾ നമ്മൾ 1 ഫോൾഡിങ്ങോടുകൂടി ഇട്ടിരിക്കുന്ന ഒരു പീസാണ്. ഇത് നമ്മൾ ഫോൾഡ് ചെയ്യുന്നത് നമ്മൾ അംബ്രല്ല സ്കേർട്ട് ഒക്കെ കട്ട് ചെയ്യാനായിട്ട്, ഞാൻ അംബ്രല്ല സ്കേർട്ടിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, ആ ഒരു മോഡലിലാണ് നമ്മൾ ഈ ഒരു സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് മടക്കിയിടുന്നത്. ഓക്കെ, അതെന്താ നമ്മൾ ഈ ഫോൾഡിങ് ഉള്ള വശത്തുകൂടി ഇപ്പോൾ 1 ഫോൾഡിൽ മടക്കിയതിനെ നമ്മൾ വീണ്ടും ഒന്നുകൂടി ഇങ്ങനെ മടക്കുക, കോൺ പോലെ. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ ഈ സ്ലീവ് കട്ട് ചെയ്യുന്നത്. ഈ സ്ലീവ് റഫിൾ സ്ലീവാണ്. അപ്പം അത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു മോഡലിലാണ് നമ്മൾ ഇടുന്നത്. നമ്മൾ ആദ്യമേ തന്നെ നമുക്ക് സ്ലീവിൻ്റെ അവിടെ എത്ര വരുന്നുണ്ടെന്ന് ഒന്ന് നോക്കാം. സ്ലീവിൻ്റെ പോർഷനും ഷേപ്പ് ചെയ്ത വശവും കൂടിയുള്ള ഭാഗം എടുത്തു വെച്ചിട്ട് നമ്മൾ ഈ കൈക്കുഴിയുടെ അളവൊന്ന് നോക്കുക. ഇവിടുന്ന് നമ്മൾ താഴത്തേക്കും കൂടി എടുക്കുന്നുണ്ടല്ലോ, നമുക്കൊരു 14 ഇഞ്ചൊക്കെ വരത്തക്ക രീതിയിൽ, ഇവിടം വരെ വരത്തക്ക രീതിയിൽ സ്ലീവ് ഇങ്ങനെ ഇറങ്ങി ഈ ഒരു ഷേപ്പിൻ്റെ അവിടം വരെ വരത്തക്ക രീതിയിലാണ് നമ്മളിപ്പോൾ വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 14 എടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ കോണിൻ്റെ അവിടെ നിന്ന് നമ്മളൊരു 8 ഇഞ്ച് മാർക്ക് ചെയ്ത് നോക്കുക. എയ്റ്റ് ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് അതൊരു കർവായിട്ട് വരയ്ക്കുക. കണ്ടോ, കർവായിട്ട് വരച്ചു. എന്നിട്ട് ഇവിടെ ഇത് എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കുക. ഇത് ഏകദേശം ഒരു 7 ഇഞ്ചിനടുത്ത് വരും. അപ്പം ഇത് നമുക്ക് ഇതിപ്പോൾ 4 ലെയർ വരുന്നുണ്ടല്ലോ, അപ്പം 7 ഇഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും 4 ലെയറും കൂടി ആവുമ്പോൾ 28 ഇഞ്ച്. അവിടെ നമുക്ക് 14 ഒരു സൈഡ്, അപ്പോൾ 2 സൈഡും കൂടി ആവുമ്പോൾ 28. അപ്പോൾ ഏകദേശം ഇവിടെ കിട്ടത്തക്ക രീതിയിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് സ്ലീവിൻ്റെ ലെങ്ത് ഇവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിന് പോകും. പിന്നെ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് വേണ്ടത് 3 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ 3.5 ഇഞ്ച് ഇവിടുന്ന് മാർക്ക് ചെയ്യുക. 3.5 ഇഞ്ച് ഇവിടെയും വേണം, 1/2 ഇഞ്ച് നമുക്ക് ഇവിടെ മടക്കി ഉരുട്ടി അടിക്കാനും വേണം. അപ്പോൾ നമ്മൾ 4 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, 4 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ടിത് ഷേപ്പ് ചെയ്യുക. ഇത് എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്ന ഈ പീസ് എടുക്കുന്നില്ല, അത് കഴിഞ്ഞിട്ട് വരുന്ന 2 പീസുകളാണ് എടുക്കുന്നത്. 4 ഇഞ്ചിൻ്റെ 2 പീസുകൾ എടുത്തിട്ടാണ് സ്ലീവിനായിട്ട് അല്ലെങ്കിൽ നമുക്ക് പ്ലീറ്റ്സിനായിട്ട് തികയാണ്ട് വരും. ഇത് നമുക്ക് കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ രണ്ടും കൂടി 2 സ്ലീവും വെച്ചിട്ട് ഒരുപോലെ നമുക്ക് ആവശ്യമുള്ളത് കട്ട് ചെയ്തെടുക്കാം. ഇതായിട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇത് നമ്മൾ ഈ ഒരു സൈഡ് ഉരുട്ടിയെടുക്കുകയാണ്. എന്നിട്ട് മറ്റേ സൈഡ് നമ്മൾ സ്ലീവിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ആദ്യമേ തന്നെ ലൈനിങ്ങിൻ്റെ അടിവശം നമ്മൾ മടക്കി അടിക്കുകയാണ്. മടക്കി അടിച്ചു കഴിഞ്ഞിട്ട് നമ്മളിത് നല്ല പീസുമായിട്ട് അതിൻ്റെ കഴുത്തുകൾ ജോയിൻ ചെയ്ത് മറിച്ചടിക്കുകയാണ്. ഇതിങ്ങനെ വെച്ച് കഴുത്തിൻ്റെ ഭാഗം ഇതുപോലെ തന്നെ അടിക്കുക, എന്നിട്ട് മറിച്ചിടുക. ഓക്കെ, അതായപ്പോൾ നമ്മൾ ലൈനിങ് പീസ് മടക്കി അടിച്ചു, അതുപോലെ തന്നെ കഴുത്തിൻ്റെ വശം അടിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് കട്ടിങ്ങുകൾ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇനി അപ്പുറത്തേക്ക് മറിച്ചിടുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ ബാക്ക് പീസും റെഡിയാക്കി എടുക്കുക. എന്നിട്ടാണ് നമ്മൾ ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നത്.
ഇപ്പം നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും കഴുത്തൊക്കെ റെഡിയാക്കി എടുത്തു. ഇനി നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഷോൾഡറുകൾ തമ്മിൽ തമ്മിൽ ജോയിൻ ചെയ്യാം. ഇപ്പം നമ്മൾ ഒരു സൈഡ് ഉരുട്ടിയെടുത്തു. ഇനി നമ്മളിത് നമ്മുടെ ആ ടോപ്പിൻ്റെ സ്ലീവ് പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്യാണ്. സ്ലീവ് പോർഷൻ ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഷോൾഡർ ഭാഗത്തുനിന്ന് രണ്ട് സൈഡിലേക്കും പിടിപ്പിച്ച് കൊടുക്കുകയാണ്. ഇത് സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ 1-2 ഫ്ലീറ്റ്സുകൾ ഇട്ടിട്ട് കൊടുത്തിട്ടാണ് പോകുന്നത്. എന്നിട്ട് നമ്മളിവിടെ ഷേപ്പ് മാർക്ക് ചെയ്തതിൻ്റെ അവിടം വരെയാണ് ഇതിങ്ങനെ പിടിപ്പിച്ച് വയ്ക്കുക. ഓക്കെ, ഇവിടം വരെ ഷേപ്പ് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ അവിടം വരെ സ്ലീവിൻ്റെ ഈ ഒരു പോർഷൻ പിടിപ്പിച്ച് വയ്ക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും നമ്മൾ ഈ ഷേപ്പ് വരുന്ന ആ ഒരു വശം വരെ പിടിപ്പിച്ച് വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫ്ലീറ്റ്സുകൾ ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ആ ഷേപ്പിൻ്റെ അവിടം വരെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ അവിടം വരെ സ്ലീവ് കൊണ്ടുവന്ന് ജോയിൻ ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിനെ മറിച്ചിട്ടിട്ട് നമ്മൾ സ്ലീവിനെ അകത്തേക്ക് ഇട്ടു, ഷോൾഡറിനകത്തേക്ക് ഇട്ടിട്ട് ഷേപ്പ് ചെയ്യുന്ന അളവിലെടുത്ത് വയ്ക്കുക. ഇതാണ് നമ്മൾ ഷേപ്പ് ചെയ്യാൻ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു അതിലേക്ക് നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക. വെച്ചു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് പ്ലീറ്റ്സുകൾ അവിടെയും സൈഡിൽ ഇട്ട് കൊടുക്കുക. ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കുക രണ്ട് സൈഡിലും ജോയിൻ ചെയ്യുന്നതിനോടൊപ്പം. എന്നിട്ട് അത് ഇങ്ങനെ ടേപ്പർ ചെയ്ത് ഇതിലൂടെ കൊണ്ടുവന്ന് ഇത് ചെറുതായിട്ട് താഴെ വന്ന് നിൽക്കത്തക്ക രീതി, നമ്മുടെ ലൈനിങ്ങിൻ്റെ ആ ഒരു പോർഷനിൽ വന്ന് സ്ലീവ് നിൽക്കത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഒരു സൈഡിലെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇവിടെയും കുറച്ച് ഫ്ലീറ്റ്സ് പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് എന്നിട്ട് ഇതിൻ്റെ എൻഡ് വശം വരുന്നവരെ നമ്മളിത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? അതുപോലെ തന്നെ ഇനി ഇപ്പുറത്തും നമ്മൾ ഈ ഒരു പീസിനെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു സൈഡ് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ സെൻറ്റർ പീസ് എടുത്തിട്ട് സെൻറ്റർ പോർഷൻ എടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇവിടെ വെച്ച് കൊടുക്കുന്നു. ഇവിടം വരെ ഫ്ലീറ്റ്സ് ഇട്ട് നമ്മുടെ ഈ ഷേപ്പ് വരുന്ന മാർക്കിങ് വരുന്ന അവിടം വരെ പിടിപ്പിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിനുള്ളിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഷേപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇത് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ നമ്മൾ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ വരും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സ്ലീവ് എല്ലാം വെച്ച് കഴിഞ്ഞു. നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ് കേട്ടോ. ജീൻസിൻ്റെ ഒപ്പവും നമ്മളെ സ്കേർട്ടിൻ്റെ ഒപ്പമൊക്കെ പോകുന്ന രീതിയിലുള്ള നല്ലൊരു ടോപ്പാണ്. കുട്ടികൾക്ക് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ഇടുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.